കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45ആയി. ഇതിൽ 23 പേരും മലയാളികളാണ്. 9 പേർ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. 45 ഇന്ത്യക്കാർ മരിച്ചു. 23 പേർ മലയാളികളെന്ന് സ്ഥിരീകരണം. തിരിച്ചറിയാനുള്ള 3 പേരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നതായി നോർക്ക സിഇഒ അജിത് കൊളാശ്ശേരി പറഞ്ഞു. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ്. പരുക്കേറ്റ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24-നോട്. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് പുലർച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. കുവൈറ്റിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. വ്യവസായികളായ MA യൂസഫലി, രവി പിള്ള എന്നിവരും സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.